നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലിയോവില്ലീസ് തിയറമാണ്. സോ ലിയോവില്ലീസ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളൊരു എൻസെമ്പിൾ കൺസിഡർ ചെയ്യണം വെയർ ദ പാർട്ടിക്കിൾസ് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് നോൺ ഇൻട്രാക്റ്റിംഗ്. സോ ലിയോവില്ലീസ് തിയറം. Consider an ensemble consisting of identical and non-interacting system. Consider an ensemble. Ensemble എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സിസ്റ്റംസ് ആണ്. സിസ്റ്റംസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. സോ കൺസിഡർ ആൻ എൻസെമ്പിൾ വെയർ ദ സിസ്റ്റംസ് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് നോൺ ഇൻട്രാക്റ്റിംഗ്. പിന്നെ ഈ ഓരോ സിസ്റ്റത്തിൻ്റെയും ഇൻസ്റ്റൻറ്റേനിയസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫേസ് പോയിൻറ്റ്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫേസ് പോയിൻറ്റ്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഫേസ് പോയിൻറ്റ്സിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. The density of these phase points are given by rho. ഇനി ഈ എൻസെമ്പിൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത എൻസെമ്പിളിന് ഒരു ചേഞ്ച് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫേസ് പോയിൻറ്റ്സിനും ഒരു മൂവ്മെൻ്റ് ഉണ്ടാകും. അതായത് ഒരു എൻസെമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ഫേസ് പോയിൻറ്റ്സ് ഇൻ മോഷനാണ്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫേസ് പോയിൻറ്റ്സിന് മൂവ്മെൻറ്റ് സംഭവിക്കുമ്പോഴത്തേനും ആ എൻസെമ്പിൾ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇഫ് ദ എൻസെമ്പിൾ ചേഞ്ചസ് ദ ഫേസ് പോയിൻറ്റ്സ് ഓൾസോ ചേഞ്ചസ്. അപ്പോൾ അതിൽ the motion of that phase points is governed by two equations which are known as canonical equation. The motion of phase points are given by canonical equation. The motion of phase points are given by the canonical equation. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് QI ഡോട്ട് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി ഐ ആൻഡ് PI ഡോട്ട് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ QI. ഇവിടെ I എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്, എച്ച് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയനും ക്യൂവും പി എന്ന് പറയുന്നത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം കോർഡിനേറ്റ്സ് ആണ്. സോ ഇതാണ് നമ്മുടെ ഇതിന് ഫസ്റ്റ് ഇക്വേഷൻ ആക്കി കൊടുക്കാം. സോ നമ്മൾ ഒരു എൻസെമ്പിൾ കൺസിഡർ ചെയ്തു. ആ എൻസെമ്പിളിൽ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലും നോൺ ഇൻട്രാക്റ്റിങ്ങുമാണ്. ഇതിൽ ഓരോ സിസ്റ്റത്തിൻ്റെയും ഇൻസ്റ്റൻറ്റേനിയസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫേസ് പോയിൻറ്റ്സ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഫേസ് പോയിൻറ്റ്സിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോയാണ്. ഈ എൻസെമ്പിളിന് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അവിടുത്തെ ഫേസ് പോയിൻറ്റ്സ് അതിൻ്റെ പാർട്ടിക്കിൾസ് ആയ ഫേസ് പോയിൻറ്റ്സും മൂവ് ചെയ്യും. സോ അതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് കാനോണിക്കൽ ഇക്വേഷൻ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാനോണിക്കൽ ഇക്വേഷൻ ഏതാണ്? ക്യൂ ഡോട്ടും പി ഡോട്ടും. അതിൻ്റെ രണ്ടിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ എഴുതിയത്. ഇനി ലിയോവില്ലീസ് തിയറം എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഒന്ന് ഒരു ഡെൻസിറ്റീനെ ബേസ് ചെയ്തും രണ്ടാമത്തത് വോളിയത്തിനെ ബേസ് ചെയ്തിട്ടുമാണ്. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൻസിറ്റി. The rate of change of density is 0. The rate of change of density is 0. ഈ ഒരു പാർട്ടിനെയാണ് കൺസർവേഷൻ ഓഫ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. It can be also explained as d rho by dt is equal to 0. അതായത് റോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആവും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൻസിറ്റി ഈസ് 0. ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എനി ആർബിട്രറി വോളിയം ഈ വോളിയത്തിന് നമുക്ക് എക്സ്റ്റൻഷൻ എന്നും പറയാം. എനി ആർബിട്രറി വോളിയം കണ്ടെയ്നിങ് ദ ഫേസ് പോയിൻറ്റ്സ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. എനി ആർബിട്രറി വോളിയം
കണ്ടെയ്നിങ് ദ ഫേസ് പോയിന്റ്. ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് പറയാം. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൻസിറ്റി എറൗണ്ട് ദ മൂവിങ് പോയിന്റ് ഡസ് നോട്ട് ചേഞ്ച് എന്നൊക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പറയാം. പക്ഷേ ഇത് ഷോർട്ട് ഫോമായിട്ടാണ് ഇവിടെ പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൻസിറ്റി 0. ദിസ് റെപ്രസെൻറ്റ് കൺസർവേഷൻ ഓഫ് ഡെൻസിറ്റി. അതുപോലെ തന്നെ ദ ആർബിട്രറി വോളിയം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. അതായത് ഡി ബൈ ഡി ടി ഓഫ് ഡെൽ ഗാമ. ഗാമ എന്ന് പറയുന്നത് ഒരു സ്മോൾ വോളിയമാണ്, അതിനെ ഹൈപ്പർ വോളിയം എന്ന് പറയാം. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഡെൽ ഗാമ ഈസ് ഈക്വൽ ടു 0. ഇത് രണ്ടുമാണ് ലിയോവിലിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് കൺസർവേഷൻ ഓഫ് വോളിയത്തിന് റെപ്രസെൻറ്റ് ചെയ്യും. ദിസ് റെപ്രസെൻറ്റ് കൺസർവേഷൻ ഓഫ് വോളിയം. ഇനി ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും പ്രൂഫാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ഡെൻസിറ്റീനെ ബേസ് ചെയ്താണ്. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു സ്മോൾ വോളിയം കൺസിഡർ ചെയ്യണം. കൺസിഡർ എ സ്മോൾ വോളിയം ഡെൽ ഗാമ ഈസ് ഈക്വൽ ടു, സോ ഡെൽ നമുക്കിവിടെ ക്യൂവും പിയുമാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഡെൽ ഗാമ എന്ന് പറയുന്നത് ഡെൽ Q1 എക്സെട്ര ഡെൽ QF ഇൻറ്റു ഡെൽ P1 എക്സെട്ര ഡെൽ PF. ഇതാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. ഇവിടെ റോയാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ റോ. സോ ഇനി ഇതാണ് നമ്മുടെ QP കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇതിന് ABCD. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആർബിട്രറി വോളിയം എന്ന് പറയുന്നത്. സോ ഇത് Q1, ഇത് Q1 പ്ലസ് ഡെൽ Q1, ഇത് P1, ഇത് P1 പ്ലസ് ഡെൽ P1. ഇവിടെ വെലോസിറ്റി Q1 ഡോട്ട്, ഇത് വെലോസിറ്റി Q1 ഡോട്ട് പ്ലസ് ഡോ Q1 ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ Q ഇൻറ്റു ഡെൽ Q1 ഇൻറ്റു ഡെൽ Q1. ഇത് ഇവിടുത്തെ വെലോസിറ്റി, ഈ AD എന്ന് പറയുന്ന സ്ഥലത്തെ വെലോസിറ്റി, ഇത് BCയിലെ വെലോസിറ്റി. അതിലോട്ട് നമുക്ക് വരാം. സോ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ ഡെൻസിറ്റിയാണ് റോ എന്ന് പറയുന്നത്. സോ ഇവിടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഡെൽ N ആണ്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത വോളിയം സ്മോൾ വോളിയം ഡെൽ ഗാമ. സോ ഡെൻസിറ്റി റോ ആണ്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡെൽ ഗാമ എന്ന് പറയുന്നത് ഡെൽ N ആണ്, വിച്ച് ഈസ് ഗിവൺ ബൈ റോ ഡെൽ ഗാമ. അതായത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. റോ ഇൻറ്റു ഡെൽ Q1 എക്സെട്ര ഡെൽ QF ഡെൽ P1 എക്സെട്ര ഡെൽ PF. ഇത് ഇക്വേഷൻ, ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം ഡെൽ Nന്. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഫേസ് പോയിൻറ്റ്സ് തന്നെയാണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫേസ് പോയിൻറ്റ്സ് is given by d by dt of number of particles എന്ന് പറയുന്നത് ഇതാണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ d by dt ഓഫ് ഡെൽ N എന്ന് പറയുന്നത് d by dt ഓഫ് റോ, അതായത് റോ ഡോട്ട് ഇൻറ്റു ഡെൽ Q1 എക്സെട്ര ഡെൽ QF ഡെൽ P1 എക്സെട്ര ഡെൽ PF. ഇതിനെ ഇക്വേഷൻ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ ABCD എന്ന് പറയുന്ന ഒരു വോളിയം കൺസിഡർ ചെയ്തില്ലേ, ഇതിൽ ഇപ്പോൾ ഈ ഒരു വോളിയത്തിന് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഇത് ഫേസ് സ്പേസിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്ന് വെച്ചോ. സോ അവിടെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ആ ചേഞ്ച് അല്ലെങ്കിൽ ഇതിന് മൂവ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുകൂടി ഫേസ് പോയിൻറ്റ്സ് പാസ് ചെയ്യുമ്പോഴാണ്. അതായത് ഇതിൻ്റെ അകത്തുകൂടി ഇങ്ങനെ പല ഡയറക്ഷനിൽ ഫേസ് പോയിൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഈ വോളിയം ഇവിടെ മൂവ് ചെയ്യുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫേസിലൂടെ പോകുന്ന പാർട്ടിക്കിൾസിനെയും പറയാം, ഇങ്ങനെ പോകുന്ന പാർട്ടിക്കിൾസിനെയും പറയാം. ഫസ്റ്റ് നമ്മൾ ഈ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എൻറ്ററിങ് ത്രൂ AD എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്
എൻ്റർ എ ഡി എന്ന് പറയുന്നത് ഈസ് ഗിവൺ ബൈ ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ, വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി Q1 ഡോട്ടാണ്, ഇവിടുത്തെ കോർഡിനേറ്റ് Q1 ആണ്. സോ വെലോസിറ്റി ഡെറിവേറ്റീവ് ഓഫ് ഇറ്റ് Q1 ഡോട്ട് ഇൻറ്റു ബാക്കി വോളിയം എന്ന് പറയുന്നത് Q1ൻ്റെ ടൈം വരില്ല, Q2 എക്സെട്ര ഡെൽ QF ഡെൽ P1 എക്സെട്ര ഡെൽ PF. ഇതാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എൻ്ററിങ് എ ഡി എന്ന് പറയുന്നത്. ഇനി അറ്റ് ബി സി ഇവിടെ എത്തുമ്പോഴത്തേനും ഇത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ലീവിങ് ത്രൂ ബി സി, ഇപ്പോൾ എൻ്ററിങ് നമ്മൾ കണ്ടുപിടിച്ചു, ഇനി ലിവിങ് ത്രൂ ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബി സിയിൽ ഇവിടെ Q1 ആയിരുന്നു ഇവിടുത്തെ കോർഡിനേറ്റ്, അപ്പോൾ അത് ബി സിയിൽ വരുമ്പോഴത്തേനും Q1 പ്ലസ് ഡെൽ Q1 ആയിട്ട് മാറും കോർഡിനേറ്റ്. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് Q1 ഡോട്ടാണ്, അത് എങ്ങനെ മാറും? Q1 ഡോട്ട് പ്ലസ് ഡോ Q1 ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ Q1 ഇൻറ്റു ഡെൽ Q1 ആയിട്ട് Q1. അടുത്ത ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആയിരുന്നു ഇവിടെ, ഇപ്പോൾ ബി സിയിൽ വരുമ്പോഴത്തേനും ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ പ്ലസ് ഡോ റോ ബൈ ഡോ Q1 ഇൻറ്റു ഡെൽ Q1. ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്സിൽ വരുന്ന ചേഞ്ച്. സോ അറ്റ് ബി സി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ലീവിങ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ പ്ലസ് ഡോ റോ ബൈ ഡോ Q1 ഇൻറ്റു ഡെൽ Q1 ഇൻറ്റു Q1 ഡോട്ട് പ്ലസ് ഡോ Q1 ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ Q1 ഇൻറ്റു ഡെൽ Q1. ഇനി ഇൻറ്റു വോളിയം ഡെൽ Q2 എക്സെട്ര ഡെൽ QF ഡെൽ P1 എക്സെട്ര ഡെൽ PF. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റോ Q1 ഡോട്ട് പ്ലസ് റോ ഡോ Q1 ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ Q1 ഇൻറ്റു ഡെൽ Q1 പ്ലസ് Q1 ഡോട്ട് ഇൻറ്റു ഡോ റോ ബൈ ഡോ Q1 ഇൻറ്റു ഡെൽ Q1 പ്ലസ് ഡോ റോ ബൈ ഡോ Q1 ഡോ Q1 ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ Q1 ഇൻറ്റു ഡെൽ Q1 സ്ക്വയർ ഇൻറ്റു ഈ വോളിയം വരും ഡെൽ Q2 എക്സെട്ര ഡെൽ P1 എക്സെട്ര. സോ നമുക്ക് ഈ ഫോർത്ത് ടൈം നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കി റിമൈനിങ് ടൈംസ് വരുള്ളൂ. ഈ സെക്കൻഡ് ഓർഡർ ടൈം നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗ്ലക്റ്റ് ഫോർത്ത് ടൈം സിൻസ് ഇറ്റ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദീസ് വാല്യൂസ്, നമുക്ക് റിമൈനിങ് വരുന്നതെന്ന് പറയുന്നത് റോ Q1 ഡോട്ട് പ്ലസ് റോ ഡെൽ Q1 ഡിവൈഡഡ് ബൈ ഡെൽ Q1 ഡോട്ട് ഡിവൈഡഡ് ബൈ ഡെൽ Q1 ഇൻറ്റു ഡെൽ Q1 പ്ലസ് Q1 ഡോട്ട് ഇൻറ്റു ഡോ റോ ബൈ ഡോ Q1 ഇൻറ്റു ഡെൽ Q1 ഇൻറ്റു ഡെൽ Q2 എക്സെട്ര ഡെൽ QF ഡെൽ P1 എക്സെട്ര ഡെൽ PF. ഇത്രയാണ് നമ്മുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ലീവിങ് ത്രൂ ബി സി എന്ന് പറയുന്നത്. ഇതിന് 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഇക്വേഷൻ 2 മൈനസ് 3 ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൂടി പാർട്ടിക്കിൾസ് കയറി ഇറങ്ങി പോവുക, ഇവിടെ എത്ര റിമെയിൻ ചെയ്യുന്നുണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് കണ്ടുപിടിച്ചാൽ, അതായത് ഇവിടെ കൂടി എൻ്റർ ചെയ്യുന്നതിൻ്റെയും ഇവിടെ കൂടി ലീവ് ആകുന്നതും ടൈംസ് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെ ബാക്കി എത്ര റിമെയിൻ ചെയ്യുന്നു എന്നുള്ളത് കിട്ടും. സോ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 2 മൈനസ് 3 അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോ Q ഡോട്ട് ഡെൽ Q ആ ടൈം, അതായത് ഈ ടേമും ക്യാൻസലായിട്ട് പോകും. സോ നമുക്ക് റിമൈനിങ് വരുന്നതെന്ന് പറയുന്നത് മൈനസ് ഓഫ് റോ ഈ ടേംസ് റോ ഡോ Q1 ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ Q1 ഇൻറ്റു ഡെൽ Q1. ഈ ഡെൽ Q1 നമുക്ക് പുറത്ത് ഇറക്കി കോമൺ ആക്കി എഴുതാം, പ്ലസ് Q1 ഡോട്ട് ഇൻറ്റു ഡോ റോ ബൈ ഡോ Q1 ഇൻറ്റു
del Q1 etc. del QF del P1 etc. del PF. ഇതാണ് ഏത് Q1 കോർഡിനേറ്റിൽ, അതായത് ഈ ഒരു ഏരിയയിൽ കൂടി പാസ് ചെയ്ത് കഴിയുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് റിമൈൻ ചെയ്യുന്ന. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു കോർഡിനേറ്റിൽ P1 കോർഡിനേറ്റിൽ എന്ത് വാല്യൂ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അത് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷന് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത്, വിച്ച് ഈസ് ഗിവൺ ബൈ സിമിലർലി ഇൻ P1 കോർഡിനേറ്റ് we have minus rho dou P1 dot divided by dou P1 into del P1 നമുക്ക് പുറത്ത് എഴുതും. ഇവിടെ Q1 ഡോട്ടിന് പകരം P1 ഡോട്ട് ഇൻറ്റു ഡോ റോ ബൈ ഡോ P1 ഇൻറ്റു del Q1 etc. del QF ഇൻറ്റു del P1 etc. del PF. ഈ del P1 ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ പുറത്തെടുത്ത് എഴുതിയതാണ്. സോ ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇതിന് ഇക്വേഷൻ 4ഉം ഇതിന് ഇക്വേഷൻ 5ഉം കൊടുക്കാം. സോ ഇവിടുത്തെ നെറ്റ് ഈ ഒരു ഡയറക്ഷനിൽ പോകുന്ന പാർട്ടിക്കിൾസും കിട്ടി, ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നതും കിട്ടി. സോ നെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മാണ്. ദ സം ഓഫ് 4 and 5 gives total number of particles or phase points. സോ അതിൻ്റെ രണ്ടിനും കൂടി സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ചേഞ്ച് കിട്ടും. ആ നെറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് d/dt ഓഫ് del n ആണ്. അതാണ് ഈ ടേമിൻ്റെ സം എന്ന് പറയുന്നത്. സോ ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഐ സിഗ്മ ഐ. ഇവിടെ ഇപ്പോൾ 1 ആണ് പറഞ്ഞിരിക്കുന്നത്, Q1ഉം P1ഉം. അത് നമ്മൾ ഐയുടെ ടേംസിലോട്ട് പറയും. സോ മൈനസ് സിഗ്മ ഐ റോയുടെ ടേംസ്, ഈ രണ്ട് ഇക്വേഷനിൽ റോയുടെ ടേംസ് ഫസ്റ്റ് എഴുതി കഴിഞ്ഞാൽ റോ ഡോ Q1 ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ Q1 QI ആണ്, പ്ലസ് ഡോ PI ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ PI പ്ലസ് QI ഡോട്ട് ഡോ റോ ബൈ ഡോ QI പ്ലസ് PI ഇൻറ്റു ഡോ റോ ബൈ ഡോ PI ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് del Q1 എക്സെട്ര del QF del P1 എക്സെട്ര del PF. ഇതിന് ഇക്വേഷൻ 6 എന്ന് പറയും. സോ ഇപ്പോൾ നമുക്ക് d/dt ഓഫ് del n ആണ് കിട്ടിയത്. നമ്മൾ ഫസ്റ്റ് ഇതേപോലെ ഒരു ഇക്വേഷൻ എഴുതിയായിരുന്നു, d/dt ഓഫ് del n. അവിടെ എന്ന് പറയുന്നത് റോ ഡോട്ട് ഇൻറ്റു വോളിയമാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇൻറ്റു വോളിയമാണ്. സോ ഈ വാല്യൂ എന്ന് പറയുന്നതാണ് ഇവിടെ റോ ഡോട്ട് എന്ന് പറയുന്നത്. അത് ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 6ഉം കൂടി കമ്പയർ ചെയ്താൽ മനസ്സിലാവും. ഓൺ കമ്പയറിങ് 2 and 6 we get റോ ഡോട്ട് ഈസ് ഈക്വൽ ടു, അതല്ലെങ്കിൽ d/dt ഓഫ് റോ എന്ന് പറയുന്നത് റോ ഈസ് ഈക്വൽ ടു d/dt ഓഫ് റോ എന്ന് പറയുന്നത് ഈ ടൈമാണ്, മൈനസ് സിഗ്മ ഐ റോ ഡോ QI ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ QI പ്ലസ് ഡോ PI ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ PI പ്ലസ് QI ഡോ റോ ബൈ ഡോ QI പ്ലസ് PI ഡോട്ടാണിത്, PI ഡോട്ട് ഇൻറ്റു ഡോ റോ ബൈ ഡോ PI. ഇത്രയും കിട്ടും. ഇതാണ് റോ ഡോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രം 1 നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഡോ Q ഡോട്ടും ഉണ്ട്, ഡോ P ഡോട്ടും ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് എഴുതിയ കാനോണിക്കൽ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ Q ഡോട്ടും P ഡോട്ടും ഉണ്ട്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡോ QI ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ QI എടുത്തു കഴിഞ്ഞാൽ ഡോ സ്ക്വയർ എച്ച് ഡിവൈഡഡ് ബൈ ഡോ QI ഡോ PI, പിന്നെ ഡോ PI ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ PI എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഡോ എച്ച് ബൈ ഡോ QI ഡോ PI ഡോ QI കിട്ടും.
ഇവിടെ ഒരു മൈനസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കാനോണിക്കൽ ഇക്വേഷൻ എഴുതിയെടുത്ത് ഇത് മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യു ഐ ആണ്. സോ ഇവിടെ മൈനസ് വരും. സോ ഇത് ഈ രണ്ട് റൈറ്റ് ഹാൻഡ് സൈഡും ഇപ്പോൾ ഈക്വലായി. സോ ഇതുകൊണ്ട് ഈ വാല്യൂ ഈക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഡോ ക്യു ഐ ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ഐ ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ പി ഐ. ഇത് നമുക്ക് എവിടെ നിന്നാണ്? ഫ്രം ഇക്വേഷൻ 1 ആണ് കിട്ടിയത്. ആ കാനോണിക്കൽ ഇക്വേഷൻസിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് കമ്പയർ ചെയ്യുമ്പോഴാണ് ആ വാല്യൂ കിട്ടുന്നത്. സോ ഇങ്ങനെ ഇത് രണ്ടും ഈക്വൽ ആയതിന് അർത്ഥം എന്ന് വെച്ചാൽ ഡോ ക്യു ഐ ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ ക്യു ഐ പ്ലസ് ഡോ പി ഐ ഡോട്ട് ഡിവൈഡഡ് ബൈ ഡോ പി ഐ ഈക്വൽ ടു 0. സോ ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ടൈം 0 ആയി പോകും. അപ്പോൾ നമുക്ക് ഡോ റോ ബൈ ഡോ ടി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് സിഗ്മ ഐ ബാക്കി ടൈം, ഈ ടൈം പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഈ ടൈം, ഇത് ഡോ റോ ബൈ ഡോ ടി ആണ്. ഡോ റോ ബൈ ഡോ ടി ബാക്കി എന്ന് പറയുന്നത് ക്യൂ ഡോട്ട് ഇൻറ്റു ഡോ റോ ബൈ ഡോ ക്യൂ ഐ പ്ലസ് പി ഐ ഡോട്ട് ഇൻറ്റു ഡോ റോ ബൈ ഡോ പി ഐ. ഇനി ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡോ റോ ബൈ ഡോ ടി പ്ലസ് സിഗ്മ ഐ ഡോ റോ ബൈ ഡോ ക്യു ഐ ഇൻറ്റു ക്യു ഐ ഡോട്ട് പ്ലസ് സിഗ്മ ഐ ഡോ റോ ബൈ ഡോ പി ഐ ഇൻറ്റു പി ഐ ഡോട്ട് ഇസ് ഈക്വൽ ടു 0. സോ ഇതെന്ന് പറയുന്നത് റോയുടെ ഡെറിവേറ്റീവ്സ് ആണ് എല്ലാം. സോ ഈ ഇക്വേഷൻ നമുക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നത് ഡി ബൈ ഡി ടി ഓഫ് റോ, വേർ റോ ഈസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ പി കോമ ടി വിച്ച് ഈസ് ഈക്വൽ ടു 0. അതായത് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് റോ ഈസ് ഈക്വൽ ടു 0. ദിസ് ഗീവ്സ് Liouvilles theorem, or this gives the expression for Liouvilles theorem and conservation of density. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് വോളിയമാണ്. കൺസർവേഷൻ ഓഫ് വോളിയം. സോ ഇത് പറയാനായിട്ട് ഒരു സ്മോൾ വോളിയം നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ ചെയ്യുക. കൺസിഡർ എ സ്മോൾ വോളിയം ഡെൽ ഗാമ. ഇവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോയാണ്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡെൽ എന്നും. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡെൽ എൻ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ്. ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഡെൽ എൻ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് ഗിവൺ ബൈ ഡി ബൈ ഡി ടി ഓഫ് ഡെൽ എൻ വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് റോ ഡോട്ട് ഇൻറ്റു ഡെൽ ഗാമ എന്ന് എഴുതത്തില്ല, ഡി ബൈ ഡി ടി ഓഫ് റോ ഡെൽ ഗാമ. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് റോ ഇൻറ്റു ഡെൽ ഗാമ പ്ലസ് റോ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഡെൽ ഗാമ. സോ ഈ പാർട്ടെന്ന് പറയുന്നത് നമുക്ക് ലിയോവില്ലീസ് തിയറം പ്രകാരം, ഫസ്റ്റ് ലിയോവില്ലീസ് തിയറം പ്രകാരം 0 ആണ്. ഈ പാർട്ട് പ്രകാരം ഈ വാല്യൂ 0 ആയിപ്പോയി. അതായത് ഡി ബൈ ഡി ടി ഓഫ് ഡെൽ എൻ എന്ന് പറയുന്നത് റോ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഡെൽ ഗാമയാണ്. ഇനി ഓരോ എൻ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് എ സിസ്റ്റം. സോ നമ്പർ ഓഫ് സിസ്റ്റംസ് ഡസ് നോട്ട് ചേഞ്ച്. സോ ഡി ബൈ ഡി ടി ഓഫ് ഡെൽ എൻ എന്ന് പറയുന്നത് 0 ആണ്. വൈ? ബിക്കോസ് നമ്പർ ഓഫ് സിസ്റ്റം ഡസ് നോട്ട് ചേഞ്ച്. സോ നമുക്ക് റോ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഡെൽ ഗാമ എന്ന് പറയുന്നത് 0 ആണ്. സോ ഡി ബൈ ഡി ടി ഓഫ് ഡെൽ ഗാമ ഈസ് ഈക്വൽ ടു 0. ഇതാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ലിയോവില്ലീസ് തിയറം എന്ന് പറയുന്നത്. ഓർ ഡെൽ ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, ദ വോളിയം റിമൈൻസ് എ കോൺസ്റ്റൻറ്റ്. ദിസ് ഗീവ്സ് കൺസർവേഷൻ ഓഫ് വോളിയം. സോ ഇപ്പോൾ നമുക്ക്
രണ്ട് പാർട്ടും കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. എന്തൊക്കെയാണ് ഇവിടെ ചെയ്തതെന്ന് നോക്കാം. സോ ലിയൂവില്ലീസ് തിയറം എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ടാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റിയുടെ ഒരു പാർട്ടും സെക്കൻഡ് എന്ന് പറയുന്നത് വോളിയത്തിൻ്റെയും. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു എൻസെമ്പിൾ കൺസിഡർ ചെയ്യുക. ഇവിടെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സിസ്റ്റംസ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലും നോൺ ഇൻറ്ററാക്റ്റിങ്ങുമാണ്. ഓരോ സിസ്റ്റത്തിൻ്റെയും നോൺ ഇൻറ്ററാക്റ്റിംഗ് സിസ്റ്റംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓരോ സിസ്റ്റത്തിൻ്റെയും ഇൻസ്റ്റൻറ്റേനിയസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫേസ് പോയിൻറ്റ്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഫേസ് പോയിൻറ്റ്സിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോയാണ് തരുന്നത്. ഇനി ഈ സിസ്റ്റത്തിന് ഈ എൻസെമ്പിളിൽ ഒരു മോഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിൽ ഫേസ് പോയിൻറ്റ്സിന് മൂവ്മെൻറ്റ് ഉണ്ടാകും. സോ ദ മോഷൻ ഓഫ് ഫേസ് പോയിൻറ്റ്സ് ആർ ഗിവൺ ബൈ കാനോണിക്കൽ ഇക്വേഷൻ Q ഡോട്ട് ആൻഡ് P ഡോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഡോ H ബൈ ഡോ P ആൻഡ് മൈനസ് ഡോ H ബൈ ഡോ Q. സോ ഇനി ഇങ്ങനെ പറയാം നമുക്ക്. ലിയൂവില്ലീസ് തിയറം ആർ സ്റ്റേറ്റഡ് ഇൻ ടു പാർട്സ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൻസിറ്റി is 0 വിച്ച് റെപ്രസെൻറ്റ് കൺസർവേഷൻ ഓഫ് ഡെൻസിറ്റി. അതിൻ്റെ എക്സ്പ്രഷൻ ഏതാണ് d rho by dt is equal to 0. എനി ആർബിട്രറി വോളിയം ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം d by dt ഓഫ് ഡെൽ ഗാമ is equal to 0. ഇതിനെ കൺസർവേഷൻ ഓഫ് വോളിയം എന്ന് പറയും. ഇനി രണ്ട് പാർട്ടിൻ്റെയും പ്രൂഫാണ്. ഡെൻസിറ്റി പ്രൂവ് ചെയ്യാനായിട്ടൊരു വോളിയം കൺസിഡർ ചെയ്തു, അവിടുത്തെ ഡെൻസിറ്റി പറഞ്ഞു, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുത്തു, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇനി അതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് റോ ഡോട്ട് ഇൻറ്റു വോളിയമാണ്. ഇനി നമ്മളൊരു സ്മോൾ വോളിയം ABCD കൺസിഡർ ചെയ്തു, അതിൻ്റെ കോർഡിനേറ്റ്സ് പറഞ്ഞു. ADയിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെയും കണ്ടുപിടിക്കണം, BCയിൽ കൂടി എക്സിറ്റ് ആകുന്ന പാർട്ടിക്കിൾസിനെയും കണ്ടുപിടിക്കണം. രണ്ടും കൂടി മൈനസ് ചെയ്യണം. ഫസ്റ്റ് വൺ മൈനസ് സെക്കൻഡ് വൺ ചെയ്യണം. അന്നേരം നമുക്കൊരു വാല്യൂ കിട്ടും. ഇനി അതേപോലെ തന്നെ അത് Q1 കോർഡിനേറ്റിലാണ്, അതുപോലെ തന്നെ P1 കോർഡിനേറ്റിലേയും കണ്ടുപിടിക്കണം. സോ അത് രണ്ടും കൂടി സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പാർട്ടിക്കിൾസ് കിട്ടും. എന്നിട്ട് അത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനുമായിട്ട് ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് റോ ഡോട്ട്, അതായത് d by dt ഓഫ് റോ എന്താണെന്നുള്ളത് എടുക്കണം. എന്നിട്ട് അത് കാനോണിക്കൽ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാർട്ട് 0 ആയി പോകും. സോ നമുക്ക് ബാക്കി d by dt റോയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ റോ ബൈ ഡോ ടി കിട്ടും. അതിന് നമുക്ക് ഡെറിവേറ്റീവ് d by dt ഓഫ് റോ ആക്കി എടുക്കാം. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ ടേംസ് ഓഫ് Q, P ആൻഡ് T ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ അതിനെ ഡെറിവേറ്റീവ് ഓഫ് റോ ആക്കി എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ദിസ് ഗീവ്സ് ലിയൂവില്ലീസ് തിയറം ആൻഡ് പാർട്ട് ഓഫ് കൺസർവേഷൻ ഓഫ് ഡെൻസിറ്റി. ഇനി അടുത്ത വരുന്നതെന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് വോളിയമാണ്. ഒരു സ്മോൾ വോളിയം കൺസിഡർ ചെയ്യുക, ഡെൽ ഗാമ. അവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡെൽ എൻ ആണ്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചേഞ്ച് ഇൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് d by dt ഓഫ് ഡെൽ എൻ ആണ്. അതെന്ന് പറയുന്നത് നമുക്ക് d by dt ഓഫ് റോ ഡെൽ ഗാമ എന്ന് പറയാം. സോ ഇത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് പാർട്ട് കിട്ടും. ലിയൂവില്ലീസ് തിയറം ഫസ്റ്റ് തിയറം പ്രകാരം ഒരു പാർട്ട് 0 ആണ്, അപ്പോൾ സെക്കൻഡ് പാർട്ട് മാത്രം ഉണ്ടാവും. ഇനി n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യും. സോ നമ്പർ ഓഫ് സിസ്റ്റംസ് ചേഞ്ച് ചെയ്യത്തില്ല. സോ ആ പാർട്ട് 0 ആണ്. സോ ഇതും ഈക്വൽ ടു 0 എന്ന് വരും. അവിടുന്ന് റോ ക്യാൻസലായി പോകും. നമുക്ക് d by dt ഓഫ് ഡെൽ ഗാമ എന്ന് പറയുന്നത് 0 കിട്ടും. അപ്പോൾ ഇവിടെ ഡെൽ ഗാമ വോളിയം റിമൈൻസ് എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. ഇതാണ് കൺസർവേഷൻ ഓഫ് വോളിയം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ലിയൂവില്ലീസ് തിയറത്തിൻ്റെ രണ്ട് പാർട്ടും കിട്ടും. ഇതാണ് ലിയൂവില്ലീസ് തിയറം SA എന്ന് പറയുന്നത്.